ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ കീഴിലെ 2ാം ക്ലാസ്സിൻ്റെ ന്യൂ അപ്ഡേഷനുമായി വന്ന ദുറൂസുൽ ഇഹ്സാൻ എന്ന കിതാബിൻ്റെ പാഠഭാഗത്തിൻ്റെ വീഡിയോസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2ാം ക്ലാസ്സിലേക്ക് പരിഷ്കരിച്ച ദുറൂസുൽ ഇഹ്സാൻ എന്ന പാഠപുസ്തകമാണിത്. ഇതിൽ പിക്ചേഴ്സും അതേപോലെ തന്നെ QR കോഡ് ഒക്കെ ഉൾപ്പെടുത്തി നല്ല ലളിതമായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 10 പാഠഭാഗങ്ങളാണ് വരുന്നത്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നുള്ള പാഠമാണ്. പാഠം 1 ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നുള്ള ചാപ്റ്ററാണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമല്ലേ? നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടാം അല്ലേ. താഴെ പാട്ട് തന്നിട്ടുണ്ട്, അതേപോലെ ഒരു QR കോഡും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്താൽ ഈ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ മുതിർന്നവരോട് അതൊന്ന് വെച്ച് തരാൻ പറയാം. ഓക്കെ, നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ബിസ്മി പറഞ്ഞ് തുടങ്ങുക നാം, ബറക്കത്തേറെ നേടുക നാം. ബിസ്മി പറഞ്ഞ് തിന്നുക നാം, ബിസ്മി പറഞ്ഞു കുടിക്കുക നാം. ബിസ്മി പറഞ്ഞു പഠിക്കുക നാം, റബ്ബിൻ്റെ ഇഷ്ടം നേടുക നാം. അല്ലേ. ഇപ്പം എന്താണ്? ബിസ്മി പറഞ്ഞ് തുടങ്ങുക. എന്തുണ്ടേലും ബിസ്മി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? തുടങ്ങുക. എന്നാൽ എന്തുണ്ടാവും? ബറക്കത്ത് നേടുക. ബർക്കത്ത് നേടാം നമുക്ക്. ബിസ്മി പറഞ്ഞ് തിന്നുക നാം. എന്ത് തിന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബിസ്മി പറയുക. ബിസ്മി പറഞ്ഞ് കുടിക്കുക നാം. അതേപോലെ എന്ത് കുടിക്കുമ്പോഴും ബിസ്മി പറയുക. ചായ ആവട്ടെ, വെള്ളമാവട്ടെ, ജ്യൂസോ എന്തോ ആവട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബിസ്മി പറഞ്ഞ് തുടങ്ങുക. ബിസ്മി പറഞ്ഞ് പഠിക്കുക നാം. അപ്പം എന്താണ്? ബിസ്മി പറഞ്ഞ് പഠിക്കുക. റബ്ബിൻ്റെ ഇഷ്ടം നേടുക നാം. അപ്പോൾ ഈ ബിസ്മിയൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? റബ്ബിൻ്റെ ഇഷ്ടം നേടാം അല്ലേ. എന്നിട്ട് താഴെ എന്താണ് കൊടുത്തിട്ടുള്ളത്? എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച് അകന്നു പോകും അല്ലേ. എല്ലാ നല്ല കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന്. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിന്നെ അവിടെ എന്തുണ്ടാവില്ല? പിശാച് ഉണ്ടാവില്ല. പിശാച് അകന്നു പോകും. അപ്പം എന്താണ്? ചോദ്യം ഉണ്ടാവും. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോഴും ചൊല്ലണം എന്ത്? ബിസ്മി. അപ്പോൾ അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. നോക്കിയേ, എന്താണ് ആ പിക്ചർ? ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ സൈഡ് ഒരു ചോദ്യം തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം എന്ത് പറയണം? എന്താണ് പറയേണ്ടത്? ബിസ്മി അല്ലേ. ബിസ്മിയാണ് പറയേണ്ടത്. അതേപോലെ ദിക്റുകളൊക്കെ ഉണ്ട് കേട്ടോ പറയാൻ. അതേപോലെ അടുത്തത് എന്താണ് തന്നിട്ടുള്ളത്? ഒരു കുട്ടി ഒരു പുസ്തകം വായിക്കുന്നുണ്ടല്ലേ. അപ്പോൾ പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നാം എന്ത് പറയണം? ബിസ്മി പറയണം അല്ലേ. ഇനി ഏത് കിതാബാവട്ടെ, നമ്മൾ ആ കിതാബുകൾ എടുക്കുമ്പോൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ബിസ്മി പറയാം. അപ്പോൾ താഴെ എന്താ വന്നിട്ടുള്ളത്? താഴത്തെ പിക്ചർ നോക്കുക. ഒരു കുട്ടി സ്വിച്ച് ഇടുന്നുണ്ട് അല്ലേ. ലൈറ്റ് ഇടാൻ വേണ്ടി സ്വിച്ച് ഇടുന്നുണ്ട്. ലൈറ്റോ ഫാനോ എന്താവാം. അപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ നാം എന്ത് പറയണം? ബിസ്മി പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ബിസ്മി പറയണം. എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മി പറയണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മി പറയണം. കിതാബുകൾ വായിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ബിസ്മി പറയണം. അതേപോലെ സ്വിച്ച് ഇടുമ്പോഴോ ബിസ്മി പറയണം. എല്ലാ കാര്യത്തിലും നാം എന്ത് ചെയ്യണം? ആദ്യത്തിൽ ബിസ്മി പറയണം.
അപ്പം എന്താണ് താഴെ പിങ്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ടല്ലേ. എങ്ങനെയാ ബിസ്മി പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയേണ്ടത്. അപ്പോൾ നമുക്ക് തദ്രീബാത്തിലേക്ക് കിടക്കാം. നമുക്ക് എഴുതാം. ഒന്നാമത്തേതാണ് നമുക്ക് എഴുതാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ. അപ്പോൾ ഈ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിൽ അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ താഴെ കൊടുത്ത ബോക്സിലേക്ക് എഴുതാം. ആദ്യത്തെ ബോക്സിൽ എന്ത് എഴുതാം? ബിസ്മില്ലാഹി. രണ്ടാമത്തതിലോ അർ-റഹ്മാൻ. മൂന്നാമത്തതിൽ റഹീം. അപ്പോൾ 3 നാമങ്ങളായല്ലേ. അള്ളാഹുവിൻ്റെ 3 നാമങ്ങൾ നമ്മൾ അവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ഇത് എക്സാമിന് വന്നാലേ എഴുതാൻ കഴിയണം അല്ലേ. 3 നാമങ്ങൾ ചോദിച്ചാൽ നമുക്കിത് എഴുതാൻ പറ്റണം. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ചേർത്ത് വായിക്കാം. ചേർത്ത് വായിക്കാൻ നമുക്ക് ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ. നോക്കാം നമുക്ക്. വായന തുടങ്ങുമ്പോഴേ ഞാൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയും. അങ്ങനെ എല്ലാ ബോക്സിലുള്ളതും അതേപോലെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. സ്വതക്ക നൽകുമ്പോൾ ഞാൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയും. അതേപോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയും. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ് ഇത് നമ്മൾ ചേർത്ത് വായിച്ച് പഠിക്കട്ടാ. അപ്പം അതിൽ പറയുന്നുണ്ടല്ലേ, വായന തുടങ്ങുമ്പോൾ ബിസ്മി കൂട്ടാൻ പറയുന്നുണ്ട്, സ്വതക്ക നൽകുമ്പോൾ ബിസ്മി കൂട്ടാൻ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ചോദ്യങ്ങളുണ്ടാവും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയണം. ഏതൊക്കെ കാരണങ്ങളിലാണ്? അപ്പോൾ 3 എഴുതാൻ ചോദിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടല്ലേ 3. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനി 3ാമത്തെ നോക്കാം അല്ലേ. ശരിയും തെറ്റും അടയാളപ്പെടുത്താം. ഒന്നാമത്തേത് എന്താണ്? എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം. ആണോ? നമ്മൾ എല്ലാ കാര്യത്തിൻ്റെ അവസാനത്തിലാണോ ബിസ്മി പറയാറ്? അല്ലല്ലോ, തുടക്കത്തിലാണല്ലേ. അപ്പോൾ അവിടെ എന്താണ്? തെറ്റാണ്. എല്ലാ നല്ല കാര്യങ്ങളും അടുത്ത നോക്കാം. എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം. ആണോ? അല്ലേ. അപ്പോൾ എന്താണ്? എല്ലാ നല്ല കാര്യങ്ങളിലും ആദ്യത്തിലാണ് ബിസ്മി ചൊല്ലേണ്ടത്. ശരിയാണ്. അവിടെ ശരി അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ 4ാമത്തെ എന്താണെന്ന് നോക്കാം. കണ്ടുപിടിക്കാം. ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിലില്ലാത്ത 4 നമ്മളിപ്പോൾ പഠിച്ചത് അല്ലാത്ത 4 എന്ത് ചെയ്യുക? കണ്ടെത്താം. അതിലൊന്ന് എന്താണ്? കിടക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. പിന്നെന്താണ്? എന്തേലും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ബിസ്മി ചൊല്ലുക. അതേപോലെ വാങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക. പിന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. ഉറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക. ഉറങ്ങി എണിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. ഓക്കെ. അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യണം? ബിസ്മി കൊണ്ട് തുടങ്ങണം അല്ലേ. എന്നാൽ എന്തുണ്ടാവും? നമ്മൾ ആ ചെയ്ത കാര്യത്തിൽ ബർക്കത്തുണ്ടാവും. അതേപോലെ എന്തുണ്ടാവും? റബ്ബിൻ്റെ ഇഷ്ടം നേടാം നമുക്കല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.